മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തേൻ നെല്ലിക്കയാണ്. ഇതുപോലെ നമുക്ക് നല്ല മധുരമുള്ള തേൻ നെല്ലിക്ക എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. 1/2 കിലോ നെല്ലിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ 2-3 പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കേണ്ടതുണ്ട്. ഇതിന് ചിലത് നമ്മൾ ഇതുപോലത്തെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് കളയേണ്ട ആവശ്യമില്ല. ആ ഭാഗം നമുക്ക് ഇതുപോലൊരു കത്തി വെച്ചിട്ട് ആ ഭാഗം നീക്കം ചെയ്ത ശേഷം തയ്യാറാക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ. നന്നായി കഴുകി തുടച്ചെടുക്കണം. ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം ഇത് തയ്യാറാക്കാൻ. ഇതുപോലൊരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ക്ലോത്ത് വെച്ചിട്ടൊക്കെ നന്നായിട്ട് തുടച്ച് എടുക്കുക. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തതാണിത്. ഇതുപോലെ ഒട്ടും വെള്ളമയം ഇല്ലാതെ തുടച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ചെറിയ തോതിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളമയം നമ്മളായിട്ട് ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും. കൂടുതൽ വെന്തളിയേണ്ട ആവശ്യമില്ല. നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കണ പോലെ ഒന്ന് നിറ വ്യത്യാസം മാത്രം വന്നാൽ മതി. ഇതുപോലെയാണ് അത് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്തോട്ടെ. നമുക്ക് തണുക്കണ വരെ വെയിറ്റ് ചെയ്യാതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുക്കണം. എല്ലാ സൈഡിലും ഈ സിറപ്പ് കയറുന്ന വിധത്തിൽ വേണം ഇത് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കത്തി വെച്ചിട്ട് ഇനി വരഞ്ഞെടുത്താലും മതി. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പം ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നിറയെ കുത്തി കൊടുക്കുന്നതാണ്. എല്ലാം നമുക്കതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പനങ്കൽക്കണ്ടാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം ഇതുപോലെയാണ് കിട്ടുക. അതൊന്ന് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിൽ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് നന്നായിട്ട് അരിയിപ്പിച്ച ശേഷമാണ് നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത്. 1/2 കിലോ നെല്ലിക്കയ്ക്ക് 1/2 കിലോ പനങ്കൽക്കണ്ടം വേണ്ടി വരും. കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൽച്ചട്ടിയോ അങ്ങനത്തെ വല്ലതും എടുത്താലും മതി. ഒരു 3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ പനങ്കൽക്കണ്ടം നന്നായിട്ട് നനച്ചെടുക്കാം. ഇതുപോലെ വെള്ളം കൂടുതൽ ഒഴിക്കരുത്. ഇതുപോലെ നനച്ചെടുത്താൽ മതിയാവും. ഇനി നമ്മളിത് അടുപ്പത്ത് വെക്കുന്ന സമയത്ത് വെള്ളം ഇതിലേക്ക് താനെ ഇറങ്ങി വന്നോളൂ. 3-4 ടീസ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അത് ഒന്ന് അലിയിപ്പിച്ച ശേഷമാണ് നമ്മൾ ഈ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ നെല്ലിക്കയും ഈ പനങ്കൽക്കണ്ടവും കൂടിയിട്ട് നന്നായി തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ പീസുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അലിഞ്ഞോളും. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നെല്ലിക്ക ചേർത്ത് അതിന് ശേഷം വേണം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിള വരുന്ന വരെ ലോ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുത്താൽ മതിയാവും. കൂടുതൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അലിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിക്കാം. ആ സമയത്താണ് നമുക്ക് ഈ ചെറിയ ചെറിയ പീസുകളൊക്കെ അലിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ തിള വരുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഈ പീസുകളൊക്കെ അലിഞ്ഞു എന്നുള്ളത് കണ്ട ശേഷം നമുക്കിത് കൂട്ടി വയ്ക്കണം. ഏകദേശം ഒരു 30-40 മിനിറ്റോളം ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രമാണ് നമുക്കിത് നെല്ലിക്ക കളറ് ചേഞ്ചായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പനങ്കൽക്കണ്ട ഇനി എങ്ങാനും കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ശർക്കര എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതൽ നമുക്ക് ദിവസം സൂക്ഷിച്ച് വെക്കാൻ ഈ പനങ്കൽക്കണ്ടാണ് നല്ലത്.
ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അടച്ചിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. കണ്ടോ, കളറൊക്കെ ചേഞ്ചായിട്ട് വരുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറിലാണ് നമുക്കിത് കിട്ടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ട്, ഇതുപോലെയാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇങ്ങനെ ഒരു 40 മിനിറ്റോളം വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തത് സോഫ്റ്റായിട്ട് വരും ഈ നെല്ലിക്ക. ആ സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ തേൻ നെല്ലിക്ക ഇവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറുകി നമ്മൾ ഈ തേനിൻ്റെ പാകത്തിലാണ് നമുക്ക് ഈ സിറപ്പ് കിട്ടേണ്ടത്. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കത് കട്ടിയായിട്ട് തേന് പോലെ ആയി വരും. ആ സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതുപോലെ നമ്മുടെ സ്പൂണിലൊക്കെ ഇങ്ങനെ ആ സിറപ്പ് ഒട്ടി പിടിച്ചിട്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ പാകം. ഇപ്പോൾ ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നിട്ടും കൂടിയും ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഇരിക്കട്ടെ. ഈ സിറപ്പ് തയ്യാറാക്കുന്നതിലാണ് നമുക്ക് ഈ തേൻ നെല്ലിക്കയുടെ ഗുണം അറിയുള്ളൂ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പൂത്ത് പോവും ഈ നെല്ലിക്ക മൊത്തം. അതുകൊണ്ട് ഈ സിറപ്പ് തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ അടുപ്പത്ത് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഇളക്കിയിട്ട് വേണം ഇത് പാകം ചെയ്യാൻ. നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേറെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് തിളച്ച് തൂവിയിട്ടും അടുക്കി പിടിച്ചിട്ടും എല്ലാം അത് നാശമായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ തയ്യാറാക്കിയെടുക്കണം. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായി തണുത്ത ശേഷം വേണം അത് ബോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കണ്ടില്ലേ, ഇപ്പോൾ അത് ശരിക്ക് തേന് പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് അടപ്പ് തുറന്ന് നോക്കുന്നത്. ഇതുപോലെ നമ്മളൊരു നെല്ലിക്ക എടുത്തിട്ട് നോക്കിയാൽ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ പാകം. നമ്മളൊരു കൈ വെച്ചിട്ട് തന്നെ നമുക്കത് മുറിച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തും കൂടി നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ ഈ സ്പൂണിൽ കണ്ടില്ലേ, നല്ല തേന് മാതിരി സിറപ്പ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് കിട്ടേണ്ടത്. ഇത് ഡെയിലി ഓരോന്ന് കഴിച്ചാലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് ബോട്ടിലാക്കി അടച്ച് സൂക്ഷിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി പുറത്ത് വെക്കുകയാണെങ്കിൽ ഇത് പൂത്ത് പോവുമൊന്നുമില്ല. നമ്മൾ വെള്ളം തീരെ ചേർക്കാത്തതുകൊണ്ട് പൂക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഞാനിത് ബോട്ടിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെയാണ് നമുക്ക് ഇത് കിട്ടുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നേരം നമ്മളിതിന് ഈ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സമയം ചിലവാക്കണം. എന്നാലും നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേൻ നെല്ലിക്ക നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ രുചിയോടെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. നല്ല ഔഷധ ഗുണമുള്ള ഒരു തേൻ നെല്ലിക്കയാണിത്. ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് എല്ലാവരും. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.